ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ ഗൈസ്. അപ്പോൾ നമ്മുടെ റോബോട്ടോ കാർലോസിനെയും കാഫുവിനെയും പിന്നെ കവറാസ്കി എന്ന് പറയുന്ന പോർട്രേ പ്ലെയറിനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എപ്പിക്കൽ ആരെ കിട്ടിയത് ജസ്റ്റ് കമന്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും മാച്ചിലേക്ക് ഇറക്കാം ഗൈസ്. നമ്മുടെ ഓപ്പോണന്റ് എന്തായാലും വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇറക്കാം. കാരണം ഗൈസ് പ്രോഗ്രഷൻ കാരണം നമ്മുടെ കളക്റ്റീവ് സ്ട്രെങ്ത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, സെറ്റാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ റോഡ്രിഗറിനെ ആദ്യത്തെ സബിൽ ഇറക്കാം. അല്ല, ആദ്യത്തെ സബിലല്ല, ആദ്യത്തെ ഇതിൽ ഇറക്കിയിട്ട് നമുക്ക് മാച്ചിലേക്ക് കൊടുക്കാം ഗൈസ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഓപ്പോണന്റ് വന്നിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ നമ്മുടെ വാൻഡേവാട്ട് ഉണ്ട് ഗൈസ്. ചെക്കൻ്റെ പേര് ക്യാപ്റ്റൻ നമ്മുടെ മെസ്സിയാണ്. ചെക്കൻ്റെ ഒരു കാഫും ഉണ്ട്. അപ്പോൾ ഒരു കിഡിലിന് ഓപ്പോണാണ് വന്നിരിക്കുന്നത്. എന്തായാലും ക്വിക്ക് കൗണ്ടറാണ്. നമ്മുടെ സാബി ടീമാണ്, ആർസെനലാണ്. 4-2-1-3 ആണ് ഫോർമേഷൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു കിഡിലിന് ഓപ്പോണാണ് ഗൈസ് വന്നിരിക്കുന്നത്. നമ്മുടെ ജേഴ്സി ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ വൈറ്റും ചെക്കൻ റെഡും ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും മാച്ചിലേക്ക് കിടക്കാം ഗൈസ്, കാരണം സെറ്റാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ആരെയും കിട്ടിയ ജസ്റ്റ് കമന്റ് ചെയ്യാം. നമ്മുടെ എപ്പിക്ക് അതുപോലെ തന്നെ എത്രാമത്തെ ട്രയലാണ്, ഫസ്റ്റ് ട്രയലാണോ അല്ലെങ്കിൽ എന്താ പറയുക, ഇതുവരെ കിട്ടാത്തവരായിട്ട് ജസ്റ്റ് കമന്റ് ചെയ്യുക. കാരണം വേറെ ഒന്നുമല്ല ഗൈസ്, 17 ട്രൈ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഞാൻ ചെയ്ത പോലെ ഞാൻ ചെറിയൊരു ട്രിക്കൊന്നും പറയില്ല. സാബിയലോൺസോടെ HP ഹബീബ് അവരാണ് അപ്പം ഫസ്റ്റ് ടച്ച് എടുക്കാൻ പോണേ. അപ്പോൾ നിങ്ങളും ട്രൈ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. കാരണം എന്താ വെച്ചാൽ എനിക്കും ഞാൻ ഒരു ദിവസം ഒരു ട്രൈ നടത്തുന്നുള്ളൂ ഗൈസ്. കാരണം അങ്ങനെയാട്ടോ എനിക്ക് കിട്ടിയത്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഹാളൻഡ് ടു മെസ്സി ടു കാഫു ഗൈസ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇംപ്രഷൻ ആണ് നമ്മുടെ കാഫു. എടാ ഇത് പണിയാവും. ഓക്കെ എടാ ഗാഡിയോൾ അല്ല എടാ എന്തുവാണ് കാണിക്കുന്നത് എൻ്റെ പൊന്നോ മെസ്സി ഗൈസ്. ഫസ്റ്റ് തന്നെ പണി വരാണ്ട് മാനുവൽ ന്യൂയർ നോക്കിയിട്ടുണ്ട് എന്തായാലും, അല്ലേ പണി അങ്ങ് വാളിയാണ്. ഇപ്പം മാനുവൽ ന്യൂയർ ടു ഗൈസ് ചെറിയൊരു എന്തോ ഒരു നെറ്റ്വർക്ക് ഇഷ്യൂൻ്റെ ആണോ എന്ന് എനിക്ക് അറിയില്ല. കാരണം ഇതാണെങ്കിൽ ഇപ്പോഴത്തെ മാച്ച് മെസ്സി ഇവിടെ നിന്ന് പാസ് കളിച്ചാലും പണി കിട്ടും ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും കളിക്കാത്തത് ഗൈസ്. നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. എടാ ഈ ചെങ്ങായി കയറി വന്നല്ലോ ഗൈസ്. നല്ലൊരു ചാൻസ് ആയിരുന്നു ഗൈസ്. അപ്പോൾ മാർക്കിനസ് എടാ ഓക്കെ അടിച്ചു കാണണം ഗൈസ്, അല്ലെ പണിയാവും. ഇവന്മാരെന്തേ എൻ്റെ പൊന്നോ കാഫു റോഡ്രി എൻ്റെ പൊന്നെ കിട്ടിയിട്ടുണ്ട്. എന്തുവാടേ എൻ്റെ ദൈവമേ ഗൈസ്, ഇവന്മാര് നമ്മളൊന്ന് അടിക്കാൻ പോലും എൻ്റെ നീ ഒന്നും അങ്ങനെ അടിക്കണ്ട അല്ല പിന്നെ ഗൈസ്. അപ്പം എന്താ ചെയ്യുക, അല്ലാണ്ട് ഫുള്ളൊരു ഗൈസ്. എന്തായാലും ഈ മാച്ച് ഒരു ഗോളിന് നമുക്ക് കൊടുക്കണം. ഗൈസ് കിട്ടിയിട്ടുണ്ട്. എടാ ഗാഡിയോൾ മെസ്സി എന്തായാലും പുറകെ വരുന്നുണ്ട്. കിട്ടിയില്ല ഗൈസ്. ബെലിംഗാം എൻ്റെ പൊന്നോ അത് എന്തായാലും സ്റ്റോയ്ക്കോവിച്ച് എൻ്റെ പൊന്ന്. എടാ ഹാളൻഡ് എൻ്റെ മോനെ ഗോൾ അടിച്ചു ഗൈസ്. 36-ാം മിനിറ്റിൽ ഹാളൻഡ് അടിച്ചു. ഞാൻ പറഞ്ഞില്ല, ഇതാണ് ഇവിടെ കിടന്ന് പണി ഒപ്പിച്ച് കഴിഞ്ഞാലുള്ള പരിപാടി. എന്തായാലും നൈസൊരു ഷോട്ടായിരുന്നു ഗൈസ്. നമുക്ക് എന്തായാലും തിരിച്ചു വരണം, കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു ലാഗ് ഇഷ്യൂവിൻ്റെ പ്രശ്നമുണ്ട്, അതാണ് ഈ ഒരു ഗോളിൻ്റെ വിഷയം. എൻ്റെ എൻ്റെ പൊന്നോ ചെക്കന്മാരെടുത്തിട്ടുണ്ട്. അടിക്കാൻ സമ്മതിക്കില്ലടേ. എൻ്റെ പൊന്ന് ദൈവമേ. ഗ്രീസ്മാൻ ഗൈസ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ എന്തായാലും അവർ ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല. നമ്മളെ അവർ 3 ഷോട്ട് അടിച്ചു, നമുക്ക് ഒരു ഷോട്ട് കൂടെ അങ്ങോട്ട് അടിക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും നമുക്ക് കാര്യം ചെയ്യാം, നമ്മുടെ
മിറ്റോമേനെ ഇറക്കണം ഗൈസ്. കാഫു അല്ല, റോബർട്ടോ കാർലോസിനെ നമുക്കിവിടെ ഇറക്കാം. അതുപോലെ തന്നെ ഗൈസ് നമ്മുടെ നെയ്മറിനെ ഇറക്കാം. പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ ബ്രൂണോയിനെ ഇറക്കാം. എന്തായാലും ഈ ഒരു സെറ്റിൽ ഞാൻ ഇറക്കുന്നുണ്ട്. ഓക്കെ, സെറ്റാണ്. അപ്പോൾ നമുക്ക് എന്താ ഓപ്പോണ്ട് സെറ്റാണ് ഗൈസ്. മാച്ചിലേക്ക് ഇറങ്ങാം. കാരണം എന്താ വെച്ചാൽ ഓപ്പോണ്ട് കുറച്ച് സീനുമാണ്. അത്യാവശ്യം നല്ലൊരു ഓപ്പോണ്ടാണ്. എന്തായാലും അപ്പോൾ മാച്ചിലേക്ക് കിടക്കാം ഗൈസ്. മെസ്സി ടു ജെറാഡ് ടു റോഡ്രിഗർ ടു റോബർട്ടോ കാർലോസിന്റെ ഫസ്റ്റ് ടച്ച് കേട്ടോ. നെയ്മർ ഗൈസ് കിട്ടിയിട്ടുണ്ട് ബ്രോ. എൻ്റെ പൊന്നെ കാഫു. നെയ്മർ, മെസ്സി, എൻ്റെ മറഡോണ. അതാ അവിടെ അങ്ങനെ പെനാൽറ്റി ഇല്ല, ഒന്നുമില്ല. ഇതൊരു ചെറിയ മോഹം കാരണം. എടാ എന്തുവാടെ കാണിക്കുന്ന സ്റ്റോയ്ക്കോവിച്ച്. എടേ അതാ എന്താ ഗൈസ്, അതെന്ത് സംഭവം? എന്റെ മോനെ വേനൊന്ന്. എടാ ഗൈസ് ഈ മാച്ചിലെന്ത് മാനണ്ണൂർ കയറി. ചെക്കൻ കയറി. ആളെ പെനാൽറ്റി ആണോ ഗൈസ്? അപ്പോൾ നമ്മുടെ ഗോളി പോയി. ഇനി ആരാ ഗോളിയായിട്ട് വന്നേക്കുന്നത്? ഇതാരുടെ ഗോളിയായിട്ട് ആരാ വന്നേക്കുന്നത് ഗൈസ്? റോഡ്രിഗറാണ് ഗോളിയായിട്ട് വന്നിരിക്കുന്നത്. എൻ്റെ ഗൈസ് ഈ മാച്ചിൽ എന്താ സംഭവിക്കുന്നത് എനിക്ക് ഒരു പിടുത്തമില്ല. എന്തായാലും നമുക്ക് മെസ്സിക്ക് വരെ എംബാപ്പേനെ ഇറക്കാം ഗൈസ്. അപ്പോൾ നമ്മുടെ ഈ മാച്ചിൽ ഇത് എന്താ സംഭവിച്ചാൽ നമ്മുടെ മാനുവൽ ഇനി എത്ര 3 കളിയും കൊണ്ട് കളിക്കാൻ പറ്റില്ലെന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. എന്തായാലും നോക്ക, ചെക്കൻ കയറി റോഡ്രിഗറാണ് ഗോൾ ചെയ്തിരിക്കുന്നത്. വേറെ ഗോളൊന്നും നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ പ്ലെയർ ലിസ്റ്റ് ഇല്ല. എൻ്റെ പൊന്നോ ഗൈസ്, ഇത് എന്ത് സംഭവിക്കുന്ന ഒരു പിടുത്തമില്ല. എന്തായാലും മാച്ച് കണ്ട് തന്നെ അറിയണം ഗൈസ്. നമുക്കൊരു പ്ലെയറിന്റെ കുറവും വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഈ ഒരു മാച്ചിൽ ടൈറ്റ് ടൈമിലാക്കി അടിക്കണം. ഓപ്പോണ്ട് വരുന്നുള്ളൂ ഗൈസ്. അതെന്ത് സംഭവിച്ചു? ശരിക്കും ഹാളൻഡ് കയറി വന്നപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ കയറി വന്ന് വീഴ്ത്തിയതാണോ എന്ന് വെച്ചാൽ ഡൗട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ ഒരു നമ്മളിപ്പോൾ എന്താ പറയുക, അങ്ങനെ റെഡ് കാർഡൊന്നും അടിച്ചിട്ടില്ല ഇതുവരെ. റെഡ് കാർഡൊന്നും നമുക്ക് ഇതുവരെ മാച്ചുകളിലൊന്നും കിട്ടിയിട്ടില്ല. എന്തായാലും ഗൈസ് ഓപ്പോണ്ട് വരുന്നുള്ളൂ, നമുക്ക് നോക്കാം. മാനുവൽ കയറിപ്പോയല്ലോ. എൻ്റെ പൊന്ന് ഗൈസ്, ഇനിയിപ്പോൾ എന്താക്കുമെന്ന് അറിയില്ല. ഇനി എന്തായാലും നമ്മുടെ പീറ്റർ കച്ചൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ അർജന്റീന ഗോളിയൊക്കെ ഉണ്ട്, സ്കലോണി. ഓക്കെ, ഇതപ്പോൾ സെറ്റാണ്. എന്തായാലും ഓപ്പോണ്ട് വന്നിട്ടുണ്ട്. ഫ്രീ കിക്ക് അടിക്കാൻ പോകണം നമ്മുടെ മെസ്സിയാണ്. അപ്പോൾ ഇതൊരു അപാര മാച്ചാവുമെന്ന് എനിക്ക് ഒരു പിടുത്തമില്ല. റോബർട്ടോ കാർലോസ് എന്തായാലും നിൽക്കുന്നുണ്ട് ഗൈസ്. നമുക്ക് ചെക്കനെ കൊണ്ടായാലും ഒന്ന് വലിയ ലോങ് റേഞ്ചിൽ അടുപ്പിച്ചിട്ട് എന്തായാലും സെറ്റ് ചെയ്യണം. ഓക്കെ, മെസ്സി. എടാ മറഡോണ. ഓക്കെ, എടാ എന്ത് വേറെ ഗൈസ്, അത് ആരുടെ ഇതിൽ തട്ടിപ്പോയ സ്റ്റോയ്ക്കോവിച്ചാണോ? അതെ ഗൈസ്. അപ്പോൾ എന്തായാലും 55-ാം മിനിറ്റിൽ അവന്മാർ 2 ഗോൾ അടിച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും തിരിച്ചു വരണം ഗൈസ്. അതൊന്നും ഒരു സീനില്ല. പറ്റുന്നിടത്തോളം ഒരു ഗോളെങ്കിലും ചാമ്പണം ഗൈസ്. എന്താ ഇത്? മറഡോണയ്ക്ക് ജസ്റ്റ് ഒരു പാസ്, അത് അവിടെ ഗോളി ഉണ്ടായിരുന്നു. സെറ്റ് ആയിരുന്നു കേട്ടോ. നമുക്ക് റോഡ്രിഗർ ഉണ്ട് നമ്മുടെ ഗോളി. അതൊന്നും കുഴപ്പമില്ല. നമുക്ക് എന്തായാലും പറ്റുന്ന പോലെ തിരിച്ചു വരണം. എംബാപ്പെ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഭാഗ്യം ആരുടെയെന്നാണ് നമുക്കറിയില്ല. ജെറാഡ്, റോബർട്ടോ കാർലോസ്, നെയ്മർ. ഓക്കെ, ഇവന്മാരെ വീഴ്ത്തിയൊന്നും സീനില്ല അല്ലേ? എന്താണ് മച്ചോ ഇങ്ങനെ കളിക്കുന്നത്? എംബാപ്പെ, ബെലിംഗാം. എടാ മാർക്കിനസ്. എടാ ഗോള്. എൻ്റെ പൊന്നോ ഗൈസ്, ഇതെന്തുവാടെ ഗൈസ്? ഈ ഒരു മാച്ച് എങ്ങനെ എന്തും എൻ്റെ പൊന്നു ഗൈസ്. ചെക്കന്മാർ അടിച്ചു കയറി. എൻ്റെ പൊന്നു, ഇങ്ങനൊരു മാച്ച് കമ്പാക്ക് ചെയ്യുമ്പോൾ എന്താ കാണിച്ചേ? എംബാപ്പെ ശരിയാടാ ഗൈസ്. നല്ലൊരു ഗോളിനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും കുഴപ്പമില്ല ഗൈസ്. നമുക്ക് നമ്മൾ ഒരു ഗോളെങ്കിലും നമ്മുടെ ഗോളിക്ക് വേണ്ടിയെങ്കിലും അടിക്കണം. എടാ റോബർട്ടോ, എൻ്റെ പൊന്ന റോഡ്രിഗറെ. അതാ അടിച്ചു. എൻ്റെ പൊന്നു ഗൈസ്, ഇത് എന്ത് സംഭവം?
ഏടാ എന്തുവാണ് ഇത് മാച്ച് ഇങ്ങനെ? ഇന്ന് എന്താണോ പറ്റിയെന്ന് ആർക്കറിയാം. ഫുള്ളൊരു പണി അങ്ങ് പാളിയല്ലോ. പുറത്തേക്ക് അടിച്ചു കളഞ്ഞു അവന്മാരെന്തായാലും. അപ്പം നോക്കുകയാണെങ്കിൽ എന്തായാലും നമുക്ക് ഒരു ഗോളെങ്കിലും അടിച്ച് തിരിച്ചു വരണം. ലോ ബാറ്ററിയോ ഇതപ്പോൾ സെറ്റാണ് എന്തായാലും. ഇതത് ചെക്കനും കൂടെ അങ്ങ് പോയപ്പം ഒരാളുടെ കുറവ് വന്നു ഡിഫൻസിൽ. അതാണ് ഒരു ഇഷ്യൂ. എന്തായാലും കുഴപ്പമില്ല കേസ്. നമുക്ക് സബ് ബാക്കിയുണ്ട്. നമ്മുടെ കാഫൂനെ ഇറക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഒരാളെ ലെഫ്റ്റ് ഉള്ളു. ഇനി കേസ്മറോനെ ഇറക്കി ഭാഗ്യങ്ങൾ തിരിച്ചു വരുമോ നമുക്ക് നോക്കാം. എന്തായാലും കേസ് ഞാൻ കേസ്മറോനെ ഇറക്കിയിട്ടുണ്ട്. ചെക്കനെങ്കിലും നമുക്ക് കംബാക്ക് ആയിട്ട് തിരിച്ചു വന്നാൽ മതിയായിരുന്നു. വരുത്തണം. ഇനി നമുക്ക് 4 ഗോൾ അടിച്ചാലേ നമുക്കൊരു എന്തായാലും എന്താ സംഭവിക്കുന്നത് ഇവിടെ? എന്താ പിടുത്തം കിട്ടുന്നില്ലല്ലോ. ഈ സ്കാഫ് വന്നിട്ടുണ്ട്. എന്തായാലും റോബർട്ടോ കാർലോസ്, റൂബൻ നോസ്, എൻ്റെ പൊന്ന് ഗൈസ് എന്തുവാടെ ഇതൊക്കെ കാണിക്കുന്നത് ഗൈസ്. നമ്മൾ ഈ മാച്ചിൽ എനിക്ക് തോന്നുന്നു ഇതുവരെ നമ്മൾ ഇതുപോലൊരു തോൽവി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഓക്കെ പുറത്തേക്ക് അടിച്ചു വിട്ടു ഗൈസ്. 4 ഗോളിനാണ് മാച്ച് അവന്മാർ തിരിച്ചു പിടിച്ചത്. അതും നമ്മുടെ ഗോളിയും നമുക്കില്ല. ഇത് വല്ലാത്തൊരു മാച്ചായി പോയി. കാരണം കുറേ ഗൈസ് നമ്മൾ ഇതുപോലൊരു തോൽവി എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനൊരു തോൽവി ഉണ്ടാവുമെന്ന്. കേസ്മറോ വൈറ്റ് മാച്ച് കഴിഞ്ഞു ഗൈസ്. അപ്പം എന്താ പറയുക ഗൈസ്, എനിക്ക് തോന്നുന്നു 4 ഗോളിന് നമ്മളെന്തായാലും തോറ്റു. അതൊന്നും കുഴപ്പമില്ല. നമ്മളെന്തായാലും തിരിച്ചു വരും മാച്ച് നമ്മുടെ ഗോളിയുമായിട്ട്. അപ്പം എന്താ പറയുക, ഒപ്പോഴും നല്ലൊരു ഒപ്പമുണ്ടായിരുന്നു. നല്ലൊരു ടീമായിരുന്നു. നല്ലൊരു മാച്ച് അങ്ങനെ പറയാം. ഹാളൻഡ് അടിച്ചിട്ടുണ്ട്. എന്തായാലും മറഡോണ നമ്മുടെ ഗോളി നമുക്ക് നഷ്ടപ്പെട്ടു. ഷോട്ട് നമുക്ക് 2 ഷോട്ട് അടിക്കാൻ പറ്റില്ല. ആ ഒരു ഷോട്ട് നമ്മളൊരു ഫൗളും ചെയ്തു. എന്തായാലും വല്ലാത്തൊരു ഇതായി പോയി ഗൈസ്. പ്ലെയർ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ സ്റ്റോയിച്കോ ആണ്. സ്റ്റോയിച്കോ, ഹാളൻഡ് ഉണ്ട്, മറഡോണ ഉണ്ട്, ഗാർഡിയോൾ ഉണ്ട് ഗൈസ്. അപ്പം എന്താ പറയുക, നമ്മുടെ ഗോളി നമുക്ക് എന്തായാലും നഷ്ടപ്പെട്ടു. അപ്പം ഉറപ്പായിട്ടും കുഴപ്പമൊന്നുമില്ല, നമുക്ക് തിരിച്ചു വരാം. അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും തിരിച്ചു വരും. നമ്മൾ ഇതുപോലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ. ഓക്കെ, ബൈ.